നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവപൈതൽ അവൻ്റെ ജീവിതം എപ്പോഴും ഒരുപോലെ ആയിരിക്കത്തില്ല. അവൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് ഏത് സമയത്തും ഇടപെടാനുള്ള അവകാശമുണ്ട്. അല്പം കൂടി കയറി പറഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ ദൈവം എപ്പോൾ വേണമെങ്കിലും ഇറങ്ങി ഒരത്ഭുതം ചെയ്ത് അവനെ ഒരാശ്ചര്യമാക്കി മാറ്റും. ഇന്ന് നിരാശയുടെയും നിന്ദയുടെയും പടുകുഴിയിൽ കിടക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ താങ്കളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കർത്താവിന് കഴിയും. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 58-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെയാണ് കാണുന്നത്: കർത്താവ് അവൾക്ക് വലിയ കരുണ കാണിച്ചു എന്ന് അയൽക്കാരും ചാർച്ചക്കാരും കേട്ടിട്ട് അവളോട് കൂടെ സന്തോഷിച്ചു. സെക്കരിയ പുരോഹിതനും ഭാര്യ എലിസബത്തും വയസ്സ് ചെന്ന വാർദ്ധക്യത്തിലെത്തിയവരായിരുന്നു. അവർക്കൊരു സന്തതി ഇല്ലാതിരിക്കെ ദൈവത്തിൻ്റെ ദൂതൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് ഒരു ദൈവ ആലോചന അവരോട് പറയുകയും ആ കേട്ട ദൈവ ആലോചന അവരുടെ ജീവിതത്തിൽ അതുപോലെ വെളിപ്പെടുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ദൈവവൈതലേ, ഇന്നലകളിൽ നീ കാതിൽ കേട്ട ദൈവശബ്ദം ഈ ദിവസങ്ങളിൽ നിന്റെ കണ്ണിന് മുമ്പിൽ വെളിപ്പെട്ടു വരുമെന്ന് ഞാൻ പറഞ്ഞാൽ ആമേനെന്ന് താങ്കൾക്ക് പറയാൻ പറ്റുമോ? അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ചിലത് ഈ ദിവസങ്ങളിൽ വെളിപ്പെടും. 2023 എന്ന ഒരു വർഷം നിങ്ങളുടെ ജീവിതത്തിൽ തീരാൻ പോവുകയാണ്. 2024 നോക്കുമ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഞാൻ അനുഭവിച്ച അതേ നിന്ദയും അതേ പരിഹാസങ്ങളും 2024 എന്നെ വിടാതെ പിന്തുടരുമോ എന്ന് താങ്കൾ ചോദിക്കുന്നെങ്കിൽ ഞാൻ താങ്കളെ നോക്കി പറയാം, ഇല്ല, ഇവിടം കൊണ്ട് അത് ദൈവം സ്റ്റോപ്പ് ചെയ്യുകയാണ്. സെക്കരിയ പുരോഹിതൻ്റെ ഭാര്യ എലിസബത്ത്, അവൾ വയസ്സ് ചെന്ന് വാർദ്ധക്യത്തിലെത്തിയിരുന്നു. ആ ദേശത്ത് മച്ചി എന്ന് ആളുകൾ അവളെ വിളിച്ചിരുന്നു. കാരണം വളരെ നാളുകളായി തലമുറകളില്ലാതെ ഇവർ ഭാരപ്പെട്ടിരുന്നു. ഇവരുടെ ചാർച്ചക്കാരാകട്ടെ അല്ലെങ്കിൽ അയൽവാസികളാകട്ടെ അവരൊക്കെ ഒരുപക്ഷെ എലിസബത്തിനെ നിന്ദിച്ചിട്ടുണ്ടായിരിക്കാം. അങ്ങനെ നിന്ദയുടെ അനുഭവം പേറിയ കഴിഞ്ഞ കുറേ വർഷങ്ങൾ എലിസബത്തിൻ്റെ മുൻപിലുണ്ട്. എന്നിരുന്നാലും അവർ ദൈവസന്നിധിയിൽ നീതിയോടെ നിന്നതുകൊണ്ടും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരായിരുന്നതുകൊണ്ടും അവർക്ക് വേണ്ടി ദൈവം ഇറങ്ങി ഒരത്ഭുതത്തെ വെളിപ്പെടുത്തി. ആരൊക്കെ നിന്ദിച്ചോ, ആരൊക്കെ പരിഹസിച്ചോ, എവിടെ നിന്ദിക്കപ്പെട്ടോ അതേ സ്ഥലത്ത് നിന്ദിച്ചവരെ കൊണ്ട് തന്നെ അവളോടൊപ്പം സന്തോഷിക്കുമാറാക്കിയ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെയാണ് ഞാനും നിങ്ങളും സേവിക്കുന്നത്. ആ കർത്താവിനെയാണ് ഞാനും നിങ്ങളും അപ്പ എന്ന് വിളിക്കുന്നത്. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, വളരെ നാളുകളായി നിന്ന സഹിച്ചുകൊണ്ടിരിക്കുന്ന, നിന്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലില്ല എന്നോർത്ത് ഇനിയും ആകുലപ്പെടരുത്, ഇനിയും ആ വിഷയമോർത്ത് കരയരുത്. ഈ 2024 എന്ന വർഷം താങ്കളുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുമ്പോൾ നിന്ന സഹിക്കാൻ വേണ്ടിയല്ല, മറിച്ച് നിന്ദിക്കപ്പെട്ട വിഷയത്തിൽ ഒരു വലിയ നന്മ അനുഭവിക്കുവാനും ആ നിന്ദിക്കപ്പെട്ട വിഷയത്തിലൂടെ തന്നെ ദൈവം താങ്കളുടെ ജീവിതത്തിൽ ഒരു മഹാസന്തോഷവും തരാൻ പോകുന്നു. അതെ, 2024 താങ്കൾ സന്തോഷം കൊണ്ട് നിറയുന്ന വർഷമായി മാറാൻ പോകും. കർത്താവ് താങ്കളുടെ വിഷയങ്ങൾക്ക് മാറ്റം തരാൻ പോകുന്നു. കർത്താവിൽ വിശ്വസിക്കുക, കർത്താവിൽ ഉറയ്ക്കുക, പ്രാർത്ഥനയിൽ വർദ്ധിച്ചു വരിക. താങ്കൾ ഒരത്ഭുതം കാണും.